ഹലോ മുത്തുമണി, എന്തൊക്കെ പഠിച്ചില്ല. നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസാവാൻ പോവാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്നൊരു ടൈമിൽ, അതായത് നമുക്കൊരു അതായത് അതിലൊരു പുള്ളിയുടെ ഒരു മുഖഭാവവും പുള്ളിയുടെ ക്യാരക്ടറും വെറും കട്ട വില്ലനാണ്. ആ വില്ലൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുള്ള ഒരു ഹൃദയം നമുക്ക് കാണാൻ പറ്റിയത് ഇന്നലെ വന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ശിശുദിനത്തിൽ മമ്മൂക്ക കുറച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ ഇടപഴകുന്ന, ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതും അവർക്ക് മിഠായി വിതരണം ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ കണ്ടു. ഭയങ്കര രസമായിട്ട് കേട്ടോ. കാരണം പൊതുവേ നമുക്കറിയാം മമ്മൂക്കക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സ്നേഹമാണ്. പക്ഷെ ഇത് ഒന്നുകൂടി പ്രത്യേകമായിട്ട് ഒരു എനർജറ്റിക് ആയിട്ട് വേറൊരു അവരോട് ഇങ്ങനെ എന്താ ഇടപഴകുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഈ സിനിമ കളങ്കാവൽ എന്ന സിനിമയിൽ പുള്ളി ചെയ്യുന്ന റോള് പറഞ്ഞാൽ സ്ത്രീകളോട് അത്രത്തോളം ബുദ്ധിമുട്ടിച്ച് അവരെ കൊലപാതകം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സൈക്കോ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ആ ഒരു കൊലച്ചിരിയിൽ നിന്നും ഈ കുട്ടികളോടുള്ള സമീപനം ഒരു മധുരച്ചിരിയിൽ മാറുമ്പോൾ എന്തോ ഒരു സന്തോഷം. കാരണം ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേക ഒരു സന്തോഷത്തിലാണ് പുള്ളി അവരോട് ഇങ്ങനെ മിങ്കിൾ ചെയ്യണത്. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് രസത്തിലാണ് അവരോടൊക്കെ ഇങ്ങനെ ആ കുട്ടികളും തന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നിന്നല്ല കുട്ടികൾ ആ മമ്മൂക്കയോട് പെരുമാറണം കേട്ടോ. അവരുടെ ആരൊക്കെ ആയ ഒരു ആളായിട്ടാണ് കുട്ടികൾക്കൊക്കെ തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആ വീഡിയോയിൽ കാണാൻ നല്ല രസമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ സിനിമ നമുക്ക് അറിയാം, മമ്മൂക്ക വില്ലനാണ്, വിനായകൻ നായകനാണ്. നവംബർ 27-നാണ് കേരളത്തിലും മറ്റുള്ള കൺട്രീസിലും ഒക്കെ റിലീസ് ചെയ്യണം. വമ്പൻ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ റിലീസ് തന്നെ, കാരണം ഒരുപാട് കാലത്തിന് ശേഷം മമ്മൂക്കയുടെ ഒരു പേരാണ്. അപ്പോൾ തന്നെ തിയേറ്റർ നിറക്കാറുള്ള എല്ലാം അതിൽ ഒരുക്കിയാണ്. അതും പ്രത്യേകമായിട്ടൊരു സസ്പെൻസ് ത്രില്ലറുമാണ്, ക്രൈം ത്രില്ലറാണ്. അത് എന്താ പറയുക, സീറ്റ് എഡ്ജഡും കൂടി ആവും, അതിലൊരു സംശയം. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലറിൽ പോലും മമ്മൂക്ക ഒരൊറ്റ സീനും, ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വിടുന്ന ഒരു സീനും ഒരു ഡയലോഗും മാത്രം. ഏറ്റവും സുഖം കിട്ടുന്ന ആരെ കൊല്ലുമ്പോഴാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഒരു ഓറാണ് മമ്മൂക്കയുടെ. പറയുമ്പോൾ പുള്ളിയുടെ ഫേസും കൂടി കാണിച്ചില്ല, ഒരു ഇരട്ടിൽ മാത്രം അദ്ദേഹത്തെ നമുക്ക് അറിയാം. അത് മമ്മൂക്കയാണ്, അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ്, എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫേസ് പോലും കാണിക്കാതെ പ്രത്യേക ഓറയിൽ ആ ട്രെയിലറിൻ്റെ ലാസ്റ്റ് എൻഡ് നിർത്തി. അതിനൊക്കെ നമുക്ക് മനസ്സിലാകും ഇതിലെന്തെങ്കിലും മമ്മൂക്കയുടെ കാര്യങ്ങൾ കാണിച്ചാൽ എന്തായാലും ഇത് സ്പോയിലർ ആവും. അത്രത്തോളം സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രങ്ങൾ. പിന്നെ ഒരുപാട് റൂമേഴ്സൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഒക്കെ നമുക്ക് പടം വന്നാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുള്ള കഥയാണ്, ആരുടെ കഥയാണൊക്കെ. നമുക്കിങ്ങനെ പല ജീവിച്ചിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളുടെ ഒക്കെ കഥ ഇതിൽ വരുന്നുണ്ട്, ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു സിനിമാറ്റിക് ആയിട്ടാണ് അവർ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ദൃശ്യം വരുന്നു. പിന്നെ മാത്രമല്ല അതിൻ്റെ ഓരോ ഇൻ്റർവ്യൂസിന് വരാൻ കിടക്കാൻ എന്തോ നാളായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ ഷൂട്ടിങ്, അത് രമേശ് വിശാരുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേളി മണിയുടെ കൂടെയുള്ളുണ്ട്. വേറെ കുറേ ചാനലിൻ്റെ പ്രൊമോഷനൊക്കെ മമ്മൂക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ നിൽക്കുകയാണ്. എന്തായാലും ഇന്നും നാളായിട്ടൊക്കെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അധികം വൈകാതെ യൂട്യൂബിലൊക്കെ വരും. എന്തായാലും പ്രൊമോഷൻ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ മമ്മൂക്ക നമ്മളെ ഞെട്ടിക്കും, ഞെട്ടിത്തരിപ്പിച്ചേക്കും. വീഡിയോക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക, കമൻറ്റ് ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ.